കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് കുന്നമംഗലം സ്വദേശി ഷബീർ അലി ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ഫിറോസ് ഖാനും സംഘവുമാണ് തട്ടിക്കൊണ്ടുപോയത്. വിവരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിക്കുകയും മുറിവുകളിൽ മുളക് അരച്ചു തേക്കുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ ഉടമ 12 മണി ഭക്ഷണം കഴിക്കാന്ന് കൂട്ടി കൊണ്ടുപോയി കൊട്ടേഷൻ സംഘത്തിന്റെ വണ്ടി കയറി വയനാട്ടിൽ റിസോർട്ട് കൊണ്ട് 24 മണിക്കൂറോളം ഭക്ഷണം പോലും തരാതെ നിരന്തരം മർദ്ദിച്ച് മുഖത്തും പുറംഭാഗം കഴിക്കുന്ന നിരന്തരം മർദ്ദിച്ചു. പിന്നെ അധികം എനിക്കൊന്നും ഓർമ്മയില്ല. ുമായി അനഘ ഹർഷൻ ചിരികയാണ്. അനഘ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും സംഘവുമാണ് മർദ്ദിച്ചതെന്നാണ് ഈ മർദ്ദനത്തിന് വിധേയനായ വ്യക്തി പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണം ഏത് തരത്തിലാണിപ്പോൾ? കെ പി സുരേഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കുന്നമംഗലം സ്വദേശിയായിട്ടുള്ള ഷബീർ അലിയെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ഈ മർദ്ദിച്ച വിവരം ഷബീർ അലി തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പോലീസിനോടുമൊക്കെ തന്നെ പറയുന്നത്. താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്ടറും സംഘവും ചേർന്നാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷബീർ അലി പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് ഓഫീസിലെത്തിയ ഷബീർ അലിയോട് ഈ ഓഫീസിലെ ജീവനക്കാരും ഈ ഓഫീസിലെ ഡയറക്ടറും പറയുന്നു, നമുക്ക് ഭക്ഷണം കഴിച്ചു വരാമെന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിലെ ജീവനക്കാർക്കൊപ്പം തന്നെ ഷബീർ അലി വാഹനത്തിൽ കയറുന്നു. അതിനുശേഷമാണ് കൃത്യമായി തന്നെ ഈ വയനാട്, മലപ്പുറം തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ഈ ഷബീർ അലിയെ ഈ സംഘം കൊണ്ടുപോകുന്നു. അതിനുശേഷം ഒരു പാതി വഴിയിലെത്തിയ സമയത്ത് ഈ കാറിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് കൊട്ടേഷൻ സംഘം കയറുകയും ഒരു അകാരണമായി തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഈ ഷബീർ അലി പറയുന്നത്. ഈ ഷബീർ അലിയും ഈ സ്ഥാപനവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഷബീർ അലി തന്നെ സമ്മതിക്കുന്നുണ്ട്. അതാണ് തന്നെ മർദ്ദിക്കാനുള്ള കാരണമെന്നാണ് ഷബീർ അലി പറയുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് ഈ യുവാവിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. മുഖത്തും കൈക്കും കാലിനും കണ്ണിനുമടക്കം ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതിലേറ്റവും സങ്കടകരം, ഇത്തരത്തിൽ മുറിവിൽ മുളകരച്ച് തേക്കുന്നതിലേക്കടക്കം ഈ കൊട്ടേഷൻ സംഘം കടന്നിട്ടുണ്ട് എന്നതാണ്. ആ രീതിയിൽ വലിയ രീതിയിൽ തന്നെ നഗ്നനാക്കി ഒരു മുറിയിൽ അടച്ചിട്ടു, കുറേ സമയം ആളുകൾക്ക് മുന്നിൽ നഗ്നനാക്കി നിർത്തി, ആ രീതിയിൽ മാനസികമായി പോലും വലിയ ടോർച്ചറാണ് ഈ ദിവസങ്ങളിൽ അനുഭവിച്ചത് എന്നാണ് ഷബീർ അലി പറയുന്നത്. അതിനുശേഷം കൊട്ടേഷൻ സംഘം ഇവർ തന്നെയാണ് ഒരു വിജനമായ പ്രദേശത്ത് ഷബീർ അലിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ ഷബീർ അലി ആശുപത്രിയിൽ അഡ്മിറ്റായി. പിന്നീട് അതിന്റെ ചികിത്സകളൊക്കെ തന്നെ നടക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടുവള്ളി പോലീസിൽ ഈ ഷബീർ അലി ഈ കാര്യം കൃത്യമായി പറയുകയും പരാതി നൽകുകയും ചെയ്തു. പോലീസ് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും നമ്മൾ ഈ കൊടുവള്ളി പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവർ പറയുന്നത് ഈ പരാതിയുടെ മേൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഷബീർ അലി തന്നെ സമ്മതിക്കുന്നുണ്ട്, താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സ്ഥാപനത്തിൽ ഉടമയുമായി ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ രീതിയിലുള്ള ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നു. തനിക്കും തന്റെ കുടുംബത്തിനും കാര്യമായ ജീവന ഭീഷണിയുണ്ട് എന്ന് കൂടി ഷബീർ അലി പറയുന്നുണ്ട്. കെ പി സുരേഷ്, അതിക്രൂരമായ മർദ്ദനമാണ് ഷബീർ അലിക്ക് ഏൽക്കേണ്ടി വന്നത്. അനഘയാണ് കോഴിക്കോട് വിവരം നൽകിയത്.